ബി.ജെ.പി. അണികളെ സംബന്ധിച്ച് പാർട്ടിയുടെ തലപ്പത്ത് എന്നും മോദി ഉണ്ടാകണം. രാജ്യം മോദി തരംഗത്തിൽ നീങ്ങണം എന്ന ആഗ്രഹം മാത്രമാണുള്ളത്. അണികൾക്ക് അത്ര പ്രിയങ്കരനാണ് മോദി. പ്രധാനമന്ത്രിയായി 3-ാം തവണ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി 2029-ലും 2034-ലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ് കൂടുതലും. എന്നാൽ മോദിക്ക് ശേഷം ആരാകും പ്രധാനമന്ത്രി സ്ഥാനത്തും പാർട്ടി തലപ്പത്തും എത്തുക എന്ന് ആലോചിക്കുന്ന പ്രതിയോഗികളും കുറവല്ല. ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്ന കുറച്ചു പേർക്കെങ്കിലും തിരിച്ചടിയായി 3-ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയ നരേന്ദ്രമോദിക്ക് പാർട്ടിയിൽ പിൻഗാമിയാരെ എന്ന് സംബന്ധിച്ചുള്ള ചോദ്യം ഉയരുന്നത് സ്വാഭാവികമാണ്. നിലവിൽ നേതൃത്വ നിരയിൽ രണ്ടാമനും ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായെയാണ് ചിലർ മോദിയുടെ പിൻഗാമിയായി കാണുന്നത്. ബി.ജെ.പിയുടെ തുടക്കകാലത്ത് അടൽ ബിഹാരി വാജ്പേയിയും എൽ.കെ. അദ്വാനിയും എങ്ങനെയായിരുന്നുവോ അത്തരമൊരു സമവാക്യത്തിലാണ് മോദി ഷാ കൂട്ടുകെട്ടിനെയും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മോദിയും ഷായും ഒരേ ചിന്താഗതിക്കാരാണ്. അശോക യൂണിവേഴ്സിറ്റിയിലെ രാഷ്ട്രതന്ത്രം വിഭാഗം അധ്യാപകൻ വിനയ് സീതാപതി രചിച്ച ജുഗൽബന്ദി എന്ന പുസ്തകത്തിൽ വാജ്പേയി അദ്വാനി യുഗം അവസാനിച്ചതിന് പിന്നാലെ മോദി ഷാ കൂട്ടുകെട്ട് ഉയർന്നു വന്നത് എങ്ങനെ എന്നതിനെ കുറിച്ച് വിവരണം തന്നെ ഉണ്ടായിരുന്നു. എന്നാലോ നമ്മൾ കാണുന്നത് മോദിക്കൊപ്പം രണ്ടാമനായി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന അമിത്ഷായെയാണ്. ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിലും മുന്നിലെത്തിയിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. മോദിക്ക് ശേഷം അമിത്ഷായാകും ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് സർവേ പറയുന്നത്. രണ്ടാമതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് സാധ്യതാ പട്ടികയിലുള്ളത്. മോദിയെ പോലെ അടുത്ത ഹിന്ദു ഹൃദയ സാമ്രാട്ടാകാനുള്ള ശ്രമത്തിലാണ് യോഗിയും. 2-ാം തവണയും യു.പി. പിടിച്ചത് യോഗിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള നിർണായക ചുവട് നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. കോവിഡ് കാലത്ത് ഏറെ പഴി കേട്ടെങ്കിലും യു.പി.യിൽ യോഗി നടത്തിയെന്ന് പറയപ്പെടുന്ന വികസന പ്രവർത്തനങ്ങളും 2022-ലെ മികച്ച തെരഞ്ഞെടുപ്പ് വിജയവും യോഗിയുടെ ഡൽഹിയിലേക്കുള്ള വരവിന് പാതയൊരുക്കി എന്ന് വേണം കരുതാൻ. അയോധ്യയിൽ ക്ഷേത്രം കൂടി ഉയർന്നതോടെ മോദിക്ക് ശേഷം കേന്ദ്രത്തിൽ ബി.ജെ.പിക്ക് മറ്റൊരാളെ ചിന്തിക്കേണ്ടി വരില്ല എന്നത് നിഷേധിക്കാനാവില്ല. പാർലമെന്റിലേക്ക് 80 എംപികളെ സംഭാവന ചെയ്യുന്ന, അതുവഴി ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ യോഗിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അർഹനാക്കുന്നതിൽ ഒന്ന് അദ്ദേഹത്തിന്റെ പ്രായമാണ്. 46 വയസ്സുള്ള യോഗിക്ക് ഒരു നീണ്ട കാലം മുന്നിലുണ്ട് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം കണക്കുകൂട്ടുന്നത്. മാത്രമല്ല, തീവ്ര ഹിന്ദുത്വ നിലപാടുമായി മുന്നോട്ട് നീങ്ങുന്ന യോഗിക്ക് RSSന്റെ അകമഴിഞ്ഞ പിന്തുണയുമുണ്ട്. RSS വാത്സല്യം ഏറ്റുവാങ്ങുന്ന നേതാവ് എന്ന നിലയിൽ ബി.ജെ.പി. അണികൾക്കിടയിലും യോഗിക്ക് ശക്തമായ സ്വാധീനമുണ്ട്. തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ കൊണ്ടും വിദ്വേഷ പ്രസംഗങ്ങൾ കൊണ്ടും യു.പിയിലെ വലിയൊരു വിഭാഗത്തിന്റെ ആരാധനാ പാത്രമാകാനും ഇതിനിടയിൽ തന്നെ യോഗി ആദിത്യനാഥിന് സാധിച്ചിട്ടുണ്ട്. ഗുജറാത്ത് മോഡൽ പോലെ യു.പി. മോഡൽ വികസന പ്രവർത്തനങ്ങളും യോഗി മുഖ്യമന്ത്രിയായ ശേഷം സംസ്ഥാനത്ത് നടപ്പിലാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള തന്റെ ഓരോ ചുവടുവെപ്പും വളരെ സൂക്ഷ്മമായാണ് യോഗി മുന്നോട്ട് വെക്കുന്നത്. മോദി ഷാ കൂട്ടുകെട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമായി അറിയാവുന്ന യോഗി തന്റെ അവസരത്തിനായി കാത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള പ്രതിബദ്ധതയ്ക്ക് പുറമെ മോദിയെ പോലെ കുടുംബവും കുട്ടികളൊന്നും ഇല്ലാത്തതും യോഗിയെ ഒന്നാമനാക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മോദിക്ക് ശേഷം ബി.ജെ.പിയെ നയിക്കാൻ എന്തുകൊണ്ട് യോഗ്യൻ യോഗി തന്നെയാണ്. മൂന്നാമതായി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് സർവേയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത 25% ആളുകൾ അമിത്ഷായെ പിന്തുണയ്ക്കുമ്പോൾ 19% ആളുകളാണ് യോഗി ആദിത്യനാഥിനെ പിന്തുണച്ചിരിക്കുന്നത്. 13% വോട്ടുകളാണ് നിതിൻ ഗഡ്കരിക്ക് ലഭിച്ചിരിക്കുന്നത്. 5% വീതം വോട്ടുകൾ നേടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും ഇവർക്ക് പിന്നിലായുണ്ട്. സർവേയിൽ ദക്ഷിണേന്ത്യയാണ് അമിത്ഷായ്ക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ സർവേയിൽ 31% വോട്ടുകൾ അമിത്ഷാ നേടിയിട്ടുണ്ട്. ഇന്ത്യ ടുഡേ മുമ്പ് നടത്തിയ സർവേകളെ അപേക്ഷിച്ച് അമിത്ഷായ്ക്കും യോഗിക്കും ലഭിക്കുന്ന പിന്തുണയിൽ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ്. ഇന്ത്യ ടുഡേ 2023 ഓഗസ്റ്റ്, 2024 ഫെബ്രുവരി എന്നീ ഘട്ടങ്ങളിൽ നടത്തിയ സർവേയിൽ അമിത്ഷായ്ക്ക് ലഭിച്ച പിന്തുണ യഥാക്രമം 28%, 29% എന്നിങ്ങനെയായിരുന്നു. ഇത്തവണ അത് 25% എത്തി. യോഗി ആദിത്യനാഥിന് 2023-ൽ 25%, ഈ വർഷം ഫെബ്രുവരിയിൽ 24% ജനപിന്തുണ. മോദിയുടെ സ്ഥാനത്തേക്ക് പലരും കണ്ണു നട്ടിരിക്കുമ്പോൾ മോദി പക്ഷേ പാർട്ടി നേതൃത്വത്തിൽ നിന്നോ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നോ മാറുമോ എന്നത് സംശയമുണർത്തുന്ന കാര്യമാണ്.
75-ാം വയസ്സിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണമെന്ന രീതി പാർട്ടിയിൽ കൊണ്ടുവന്നത് മോദിയാണ്. ആ നയം അനുസരിച്ച് 2025 സെപ്റ്റംബറിൽ മോദിക്ക് 75 വയസ്സ് തികയുമ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പടിയിറങ്ങുമോ അതോ പുതിയ നയം കൊണ്ടുവരുമോ എന്ന് കണ്ടറിയാം.